അതെ എന്നെ കാണോ? ഞങ്ങളൊന്ന് ആദ്യം ഞാൻ വായിച്ചോട്ട് വന്ന് ഞങ്ങളൊപ്പം വില പിടിക്കണം. നിങ്ങളൊന്ന് കൈ കൊണ്ട് മെല്ലെ ഒന്ന് പിടിച്ചു നോക്കാം. കൈ കൊണ്ട് ഇങ്ങനെ ഓലോട് വയ്ക്കും. തന്നതോ കാലോടല്ലേ? നമുക്ക് തുടങ്ങാം. വീട്ടിൽ തുടങ്ങുന്നത് അരങ്ങല്ല
നമ്മളെ നിലനിൽക്കണല്ലോ. നന്ന ഗിന്ന ഏഴ് ഗിന്ന ഈ അടക്കുന്നത് തീന്നാണ്. ഇത് രണ്ട് പേര് തിരിച്ച് പിടിക്കണം. നിങ്ങൾ എല്ലാം ശരിയാവില്ല. ഗേൾസും ബോയ്സും ഒന്നും തിരിച്ചറിയണ്ടേ? ഇത് രണ്ടുമല്ലാത്ത ഇതിലാണല്ലോ പിടിക്കണം. എന്താണെന്ന് ചോദിക്കും. തീന്നാണ് ഞാൻ പിടിക്കണം. പൊത്തി പിടിക്കാന്ന് പറയും, മറ്റേ തുറന്ന് പിടിക്കാന്ന് പറയും. അപ്പൊ ആദ്യം 7 തീയാണ് പൊത്തി പിടിക്കുക. അത് കഴിഞ്ഞാൽ 5 അടി മാത്രം തുറന്ന് പിടിക്കുള്ളൂ. പിന്നെ താളോട്ട കലാശം മുഴുവൻ പിടിച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടോ. താളോട്ട കലാശം ഒക്കെ തുറന്ന് പിടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത്രയും മേളം കിട്ടും. 3-1 വാലിന് പിടിക്കും. 3-1 വാലിന് പിടിക്കേണ്ട സിസ്റ്റം 7, 3, 2, 5. 2, 5 വേണ്ട തീ തീ എന്നാണ്. 7, 3, 2, 5. ഒന്നുകൂടി 3-1 വാലിന് പിടിക്കൂ. നന്ന ഗിന്ന ഗിന്നതി ഗിന്ന പറയോ. ആ വാല് പൊട്ടുമ്പോ മാത്രമേ നമ്മള് തുറന്ന് പിടിക്കുള്ളൂ. ബാക്കി ഒക്കെ പൊത്തല. ആ 7, 3, 2 ഒക്കെ പൊത്തല. അതെ പിടിക്കോ. നന്ന ഗിന്ന പറയോ. ഗിന്ന വാലുകൊണ്ട് മാസം തുറന്നല്ലേ പിടിച്ചിരിക്കണം. ശ്രദ്ധിക്കണം. പിന്നെ തീയില്ല. 7, 3, 2 മാത്രം തീയുള്ളൂ, പൊത്തി പിടിക്കല്. ബാക്കി ആ വാല് കൂട്ടുമ്പോ തുറന്ന് പിടിക്കണം. തീ 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 ധീ 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 എന്നാണ്. ചീത്ത പറയല്ലെങ്കിൽ അതാണേ. ഒന്നുകൂടി. അപ്പൊ 2 വാല്. അത് കഴിഞ്ഞിട്ട് താളവട്ട കലാശം. താളവട്ട കലാശത്തെ എങ്ങനെ? 4, 3 ഡംന കണ്ട ഡംന കണ്ട. അത് 4, 3. അത് കഴിഞ്ഞ് 4, 2 കണ്ട കണ്ട. അത് കഴിഞ്ഞ് 3, 1 4, 3, 4, 2, 3, 1. 4, 3, 2, 2, 3, 1. പിന്നെ ഒരു 3 കൂട്ടി പിടിക്കുക. അതാണ് താളവട്ട കലാശത്തിന്റെ കണക്ക്. ഞാനൊന്ന് പറയട്ടെ. അത് നിങ്ങളൊന്ന് എന്റെ കൂടെ പിടിക്കും.
എട്ട് പറയുമ്പോ ഒരു 3. എന്താണ് പൊത്തി പിടിച്ച്? നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഞാൻ ഈ പൊത്തി പിടിക്കുന്നതും തുറന്നു പിടിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ? വെറുതെ നോക്കിയിട്ട് കുറെ പൊത്തി പിടിക്കുക, കുറെ തുറന്നു പിടിക്കുക, അത് ചെയ്യാവില്ല. അപ്പൊ തീ എന്ന് പറയുന്നതാണ് ഒരു വൈബ്രേഷൻ പോലെ. അത് ഞാനിങ്ങനെ പിടിക്കുമ്പോ നിങ്ങളിങ്ങനെ ശരിയാവില്ല. ഞാനിങ്ങനെ ഒന്നുകൂടി പിടിക്കും. താളത്തിന്റെ കലാശനം ഒന്നുകൂടി പിടിക്കും. 1 2 3 4. മനസ്സിലായില്ലേ? താളവട്ട കലാശം പിടിക്കുന്നത് മനസ്സിലായില്ലേ? ഇനി കലാശം വരെ നമുക്ക് ഇങ്ങനെ പിടിക്കാം. കലാശം വരെ മാറ്റമില്ല, തന്നെയല്ലേ പിടിക്കണം? കലാശം വരെ മാറ്റമില്ലല്ലോ. പിടിക്കാം. ഒന്നുകൂടി വായിച്ചിട്ട് പറയുന്നുണ്ടോ? കാലോടിലൊക്കെ കഴിഞ്ഞു. കാലോടില് വലിയ പ്രശ്നമൊന്നുമില്ല, അത് ശ്രദ്ധിച്ചാൽ മതി. നോക്കി അപ്പൊ 3-1-4 3-1-4 താളവട്ട കലാശം, 3-1-4 3-1-4 താളവട്ട കലാശം, 3-1-4 3-1-4 കലാശം. ഇത് കഴിഞ്ഞിട്ട് പിടിക്കാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അങ്ങനെ കലാശത്തിനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ 3 താളവട്ട നമ്മള് തക്കട്ട കലാശം വരെ തന്നെ പിടിക്കണം. കണക്ക് മനസ്സിലാവണം. 2 വാല് കഴിഞ്ഞാൽ താളവട്ട കലാശമാണെന്ന് ഓർമ്മ വേണം. ഒരു ആട്ടം ഉണ്ടല്ലോ. അപ്പൊ കലാശം വരെ പിടിക്കാം. ഇത് മനസ്സിലായില്ലേ? 7 3 2 5 7 3 2 5. അത് കഴിഞ്ഞ് താളവട്ട കലാശത്തിന് പിടിക്കുക. 4 3 2 2 3 ഒറ്റ, പിന്നെ ഒരു 3 കൂട്ടി പിടിക്കുക. ശരി. ഈ അടിയുടെ ശബ്ദം അതിനും വേണം, അത്ര ശബ്ദം വേണം. ഒരു വൈബ്രേഷൻ ഉണ്ടാവണമെന്ന് വെച്ചാൽ അത്രയും കനം കിട്ടാനാണ്. അവിടെ വെക്കാം. ഇടന്തലയാണ്, അതിൽ കിട്ടില്ല. നമുക്കത് പഠിക്കാന്ന് മാത്രം. അത് വരന്തലയിൽ തന്നെ കിട്ടും. അത് ഇടന്തലല്ലേ? ശരി. 3-1-4 3-1-4 താളവട്ട കലാശം, 3-1-4 3-1-4 താളവട്ട കലാശം, 3-1-4 3-1-4 പിടിക്കാം. അത് കഴിഞ്ഞ് കലാശം പിടിക്കുക. അപ്പൊ സംഗതി തന്നെയാണ് പിടിക്കുന്നത്. കലാശത്തിന് കൂടി പഠിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം വീണ്ടും അതന്നെ ചെയ്യണം. പിന്നെ തക്കിന്റെ കെട്ട കലാശം, പിന്നെ തക്കിന്റെ കെട്ടം തുടങ്ങുമ്പോഴാ അത് വലിയ പണിയൊന്നുമില്ല. വേരുപോലെ കെട്ടത്തിന് കലാശത്തിന് പിടിക്കാനാണ് പണി. ഒരു കൈക്ക് ഇങ്ങനെ ഒരു ഒഴിവ് കൊടുത്താൽ മതി. ഇവര് കണ്ടിട്ടില്ലേ? അങ്ങനെ കണ്ടിട്ടില്ലേ? കോലിങ്ങനെ മുന്നിട്ട് പോകും, കണ്ടിട്ടില്ലേ? അതെ. ഓക്കെ. നമ്മളെ അന്വേഷണൊക്കെ എങ്ങനെ അങ്ങനെ കാണിക്കണം. ഇത് ഇങ്ങനെ കാണിച്ചാൽ മതി, ഇങ്ങനെ കാണിച്ചാൽ മതി. നമ്മളെ കർണാടക മ്യൂസിക് പാടല്ലേ? ഇങ്ങനല്ലേ? ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കാണിക്കുക. അവര് ഇങ്ങനെ ആക്കോ? ഇല്ല. എക്സാമ്പിൾ കേട്ടാ. അങ്ങനെ നമ്മൾ ഓരോന്നും പഠിക്കണത്. അങ്ങനെ ഈ നമ്മുടെ ഇത്ര ദിവസത്തെ ക്ലാസ്സുകളിൽ നമുക്ക് പലതും പഠിക്കാനും പല വഴി. ഇപ്പൊ മേളം ജയകുമാർ ബേസ്മെന്റ് ബൈകാട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബേസ്മെന്റ് ഇല്ലാത്തൊരു സംഭവമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്നലെയൊക്കെ ചെയ്തത് ഒരു ശരിക്കും പറഞ്ഞാൽ
യഥാർത്ഥത്തിനെ ചെയ്തു, പക്ഷെ സമയമില്ല. ശരിയാ, ആ മേളത്തിന്റെ കഴുത്ത് വിട്ട് ചെയ്ത് നമ്മള് ബാബു കഴുത്ത് വെട്ടിയിട്ട് നിലപൊട്ടിയത്. സമയം അതിന് വേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് നമ്മൾ അതിലും കൂടെ മനസ്സിലാക്കണം. ഇപ്പോ പ്രതികാരം മാത്രം ഒരു 15 മിനിറ്റ് കൊണ്ട് കുട്ടുവലിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് കുട്ടുവലിച്ചാൽ ശരി അറിയാം. 3-1-4 കലാശം, 3-1-4 താവട്ടെ കലാശം, 3-1-4 കലാശം, പിന്നെ 3-1-4 തകടകട കലാശം. ഒക്കെ ഈ 2 കലാശം കൂട്ടുക. 10 മിനിറ്റോട് വേണം കഴിക്കും. കാരണമുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റില്ല. തുടങ്ങാം. നന്മ ഗിന്ന ഗുണകം ഗിന്ന ഗുണകം ഗിന്ന ഗുണകം ഗിന്ന നന്മ ഗിന്ന ഗുണകം ഗിന്ന നകം
കലാശത്തിന് പിടിക്കാൻ ഒരു പണിയില്ല, ഓരോ കൈ വീശാ മതി. കറക്റ്റാ വാലുമുൾക്ക് പിടിക്കും കലാശം. വാലുമുൾക്ക് വാല് മുതൽ ഓക്കെ. തോളത്തിടാൻ പറ്റില്ല. വേദന ഉണ്ടോ? In my shoulder, but it's fine. I'm just using the chair. It's fine. എന്താ വാലുമുൾക്ക് കലാശം. കലാശത്തിന് പിടിക്കാൻ മനസ്സിലായോ? കലാശത്തിന് ബീഗം പിടിച്ചാലല്ലേ ഒരു കൈ വീശണം. ഒരു തീ വരുന്ന സ്ഥലത്ത് കൈ വീശണം. ആ മൂന്നൊറ്റ 7 മൂന്നൊറ്റ ആദ്യം പി ഗ്യാപ്പ് പി ഗ്യാപ്പ് പി ഗ്യാപ്പ്, അത് കഴിഞ്ഞ് 7 തീ ഗ്യാപ്പ്, അത് കഴിഞ്ഞാൽ തീ ധീം ഗ്യാപ്പ്, വീണ്ടും തീ ധീം ഗ്യാപ്പ്, തീ ഗ്യാപ്പ്, ധീ ഗ്യാപ്പ്, ധീ ഗ്യാപ്പ്, പിന്നെ 3 അടി. തീ ഗ്യാപ്പ് തീ ഗ്യാപ്പ് തീ ഗ്യാപ്പ്, പിന്നെ 7 തീ ഗ്യാപ്പ്, പിന്നെ
3 തീയാണ്. അതിന് അല്ല, ഒരു തീയും 2 തീയാണ്. തീ ധീം ധീം ഗ്യാപ്പ്, പിന്നെ 1 ഗ്യാപ്പ്, വീണ്ടും 1 ഗ്യാപ്പ്, പിന്നെ 1 ഗ്യാപ്പ്, 1 ഗ്യാപ്പ്, 1 ഗ്യാപ്പ്, പിന്നെ 3. ആ ശബ്ദം പറയണ്ട, ശ്രദ്ധിക്കോ. ശ്രദ്ധിച്ചോളൂ. അവിടെയാണ് 3 അടി. ആ 3 അടി കഴിഞ്ഞിട്ടാണ് ഡക്ക ഡക്ക വരുന്നത്. പിടിക്കൂ. വാല് മുതലേക്ക്. മനസ്സിലായോ? ഇത് മനസ്സിലായ മഹേഷ്? സൗന്ദര്യ ലച്ചു മനസ്സിലായില്ലേ? ഓക്കെ, ലച്ചു ഫസ്റ്റ്. വിഘ്നേഷ്? No, I'm first. ശിവൻ മനസ്സിലായ? വിഘ്നേഷ് ഓക്കെ? ഓക്കെ. ഗ്യാപ്പ് കൂടില്ലേ? കൈക്ക് കൂടില്ലേ? ഒന്നുകൂടി. ഒന്നുകൂടി. ഞാന് തീയും തീയൊക്കെ 2 അടി തന്നെ അടിച്ചിട്ടോ. മനസ്സിലാകുന്നവരെ കൂട്ടി അടിക്കെ തുറന്നു പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒക്കെ ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചാൽ അപകടം. എല്ലാം കുഴപ്പമില്ല. മനസ്സിലായോ? നിങ്ങൾ ഇത്ര ശബ്ദം കേൾക്കണമെന്ന് അറിയാം. അപ്പൊ തീയൊക്കെ ഒന്ന് തന്നെ. വെള്ളമില്ലാത്ത ഇതില് പിടിക്കും എന്താ പിടിക്കാതെ ഉശിരില്ലേ? അപ്പൊ ഒരേപോലെ പിടിക്കുമ്പോ ഒരു പ്രശ്നമില്ല. തീയൊക്കെ ഉണ്ടാവും. ഓക്കെ. മഹേഷ് താളവട്ട കലാശത്തില് ഡക്ക ഡക്ക കഴിഞ്ഞോട് കഴിയും. ഇതിലതല്ല. ആ 3 അടി കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ഡക്ക ഡക്ക. താളത്തിന് പുറത്താണ്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ആശാനൊന്ന് കൊണ്ടട്ടെ. എല്ലാരും കൂടി പിടിക്കോ? ഞാനൊന്ന് കൊട്ടണം. ആശാനൊന്ന് കൊട്ടണം. കലാശം വാലുകൾക്ക്. ഓക്കെ.
ഇപ്പൊ മനസ്സിലായോ? വീശണം. ഒന്നുകൂടി. ഒരടിയുടെ സ്ഥലത്ത് ഒരു വീശാണ്. കറക്റ്റാ. അപ്പൊ അത് ശരിക്കും ഇങ്ങനെ വീശ തന്നെ വേണം. ശരി. കസേര വെച്ചോളൂ വേണമെങ്കിലേ. ഒന്നുകൂടി. മനസ്സിലായപ്പോ? ജയമോൻ പിടിച്ചാ ഒറ്റക്കടി പിടിക്കാം. ഇനി ഇതുപോലെ തന്നെ 3 പ്രാവശ്യം. ഇനി തക്കട്ടെ കെട്ടത്തിന് ഇതേപോലെ തന്നെ. തക്കട്ടെ കെട്ടത്തിന് ഇതേപോലെ തന്നെ. ഒന്ന് തക്കട്ടെ കെട്ടത്തിന് കൂടി പിടിക്കാം. അപ്പൊ കഴിക്കും. തക്കട്ടെ കെട്ടത്തിന് കൂടി പിടിക്കാം കേട്ടാ. പറയോ? ല്ലേ? 7 തീ 4 തീ 3 തീ. 4 തീ 3 തീ. വീണ്ടും 7 തീ 4 തീ 3 തീ. അത് കഴിഞ്ഞാൽ ഒരു പൊത്ത് ഒരടി, ഒരു പൊത്ത് ഒരടി, ഒരു പൊത്ത് ഒരടി, ഒരു പൊത്ത് ഒരടി 4 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പഴുതിലൊരു തീ. അത് കഴിഞ്ഞാൽ 6. അങ്ങനെ. ഇതൊക്കെ മനസ്സിലായോ? ചെണ്ടക്കോല് അവിടെ ആ മറ്റേ സ്ഥാനത്തിൽ ചെണ്ടക്കോലുള്ള കുട്ടണ്ടാട്ടോ. ഇവിടുത്തെ ഇത് പോയിട്ട് കേട്ടോ. അവിടെ നമ്മുടെ അവിടെ പേടില്ലേ? അതിൽ ചെണ്ടക്കോലോട് കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ ആരിടന്നു കഴിഞ്ഞാൽ ഇവിടെ ആരിടക്കണ്ടേ? ചെണ്ടയുടെ നടുവും കേടുവരും കേട്ടോ. അതിനാ പുളിക്കോലില്ലേ, വെള്ളക്കോല്, അത് എത്ര വേണമെങ്കിൽ കൊട്ടാ. അതിന് ഒന്നും പറ്റില്ല. അത് അതിന് മാത്രമുള്ള ചെണ്ടയും കൊട്ടാൻ പറ്റില്ല.
ട്ടാ. ഈ പതിമുഖം കൊണ്ട് മറ്റേ സാധനത്തിൽ കൊട്ടരുതട്ടാ. ശിവ വെച്ചു ട്ടാ. ആ പേടില്ലേ അതിൽ കൊട്ടരുതട്ടാ. ഈ കോല് ഇവിടെ പോയി കഴിഞ്ഞ് ആ മൂന്നാമത്തെ കലാശം മനസ്സിലായോ? മൂന്നാമത്തെ കലാശം പിന്നെ അത് കഴിഞ്ഞാൽ ഗ്യാപ്പില്ല. പിന്നെ ഒറ്റയടി വരുന്നുണ്ട്. അത് അവിടെ വായിച്ചോണ്ട് ഓർത്താൽ മതി. ആ ചൊല്ലുകളും കൃത്യമായിട്ട് പറഞ്ഞാൽ കേൾക്കാൻ കിട്ടും. അപ്പൊ 7 ഗ്യാപ്പ് 4 3 ഗ്യാപ്പ് 7 ഗ്യാപ്പ് 4 3 ഗ്യാപ്പ്. ശരി. പിന്നെ തി ധീം തി ധീം തി ധീം തി ധീം. എത്ര പ്രാവശ്യം? എത്ര പ്രാവശ്യം? വെറുതെ കേൾക്കുമ്പോൾ ആളൊന്നും ഇല്ല. തി ധീം തി ധീം തി ധീം തി ധീം. എത്ര പ്രാവശ്യം? 4. അത് കഴിഞ്ഞാൽ ഒരു ഒരടി. അപ്പൊ 12 നിലയായി. ഒരു താളോട്ടം കഴിഞ്ഞു. ധൈര്യമായിട്ട് പറയാം, തിരുമേനി ഒരു താളോട്ടം കഴിഞ്ഞു കേട്ടോ. എന്താ മകേട്ട ഒരാട്ടം കഴിഞ്ഞപ്പോ വെച്ചാൽ അതൊരു താളോട്ടം കഴിഞ്ഞാണ് പറയാ. അതാണ് എന്റെ ഇത്. അപ്പൊ തക്കിട്ടോട്ടം തുടങ്ങി പീക്കം പിടിക്കാം. തക്കിട്ടോട്ടം തുടങ്ങിയാൽ ശ്രദ്ധിച്ചോളൂ. 7 ഗ്യാപ്പ് 4 3 ഗ്യാപ്പ് 7 ഗ്യാപ്പ് 4 3 ഗ്യാപ്പ്. പിന്നെ 4 1 6. ആ 4 1 6 ഒറ്റയ്ക്ക്
ഇടയ്ക്ക് അങ്ങനെ വായിച്ചൊരു പറയാറ്. തി ധീം തി ധീം തി ധീം തി ധീം ത ധീം ത ധീം 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 ധീം. ഏനാണ് നമ്മൾ ഈ കൊട്ടറയുന്നുണ്ട് അതിന്റെ മണ്ടയ്ക്ക് വെക്കും. ആ ചൊല്ലിങ്ങനെ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. തക്കെട്ടായിട്ടതിന് പിടിക്കാം, തക്കെട്ടായിട്ടതിന് പിടിക്കാം. തക്കെട്ട കെട്ടത് കലാശത്തിന് പിടിക്കാൻ വളരെ സിമ്പിളാണ്. ഒക്കെ ഒരടിയുണ്ട്. മറ്റേത് നമ്മൾ നേരുപോലെ കൂട്ടത്തിന് പിടിച്ച പോലെ ബുദ്ധിമുട്ടില്ല തക്കെട്ട കെട്ടത്തിന് പിടിക്കാൻ. 7-4-3-7-4-3-4-1-6 അതിന്റെ കണക്ക്. വീണ്ടും 7-4-3-7-4-3-4-1-6. പിന്നെ 7-4-3-7-4-3 കലാശം. അപ്പൊ വീക്കം, ഞങ്ങളൊക്കെ വീക്കം കേട്ടിട്ട് ഇങ്ങനെ കൂട്ടും. കൊള്ളുകാരണം ഞങ്ങൾ പിന്നെ അവിടെ കൊള്ളിൽ നോക്കിയിട്ടാണ്. പക്ഷെ എന്നാലും വീക്കം നമ്മൾ ശ്രദ്ധിക്കും. കുട്ടിന്റെ കണക്കൊന്നും കൗണ്ടൊന്നും നമ്മൾ ചെയ്യില്ല. തുടങ്ങാം. അപ്പൊ തക്കെട്ടായിട്ട് തുടങ്ങി. രണ്ടാമത്തെ 4-3 കഴിഞ്ഞാൽ തി ധീം തി ധീം തി ധീം തി ധീം. അങ്ങനെ കുട്ടി കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആകെ ഒന്നും അറിയില്ല. പിന്നെ എന്താ ചെയ്യുന്നത് അറിയില്ല. കൂട്ടു. രണ്ടാമത്തെ 4-3 കൂട്ടു. മനസ്സിലായോ? 7-4-3 പറഞ്ഞാൽ നമ്മുടെ മൂന്നാം കാലത്തിനൊക്കെ 4-3 തുടക്കം. മനസ്സിലായോ? 4-3 പറഞ്ഞാൽ അത് മൂന്നാം തുറന്ന് പിടിച്ചില്ലേ? ദീന്ന് പിടിച്ചില്ലേ? അത് 7 പൊത്തി കുട്ടാണെങ്കിലോ 7 തീ. ഒന്നാം കാലത്തിന്റെ ബീക്കൊക്കെ സുഖമാണ്. 98 ബീറ്റ് എത്ര പെട്ടെന്ന് കിട്ടുമല്ലോ. ശ്രദ്ധിച്ച് നിൽക്കണം. നല്ലൊരു നോക്കി നിന്നാൽ കഴിഞ്ഞു. അവരുടെ ആമക്കാർ പൂരത്തിന് പോയിട്ടേ 6-ാം നമ്പരെ വന്നപ്പോ അങ്ങോട്ട് നോക്കി. 6-ാം നമ്പർ വീക്കം പോയി. ഇവിടെ നമ്മുടെ കൂടെയുള്ള 2 വെളുത്തലക്കാരെ ഒരു 6-ാം നമ്പരെ കണ്ട പോലെ വലിയൊരു സംഭവമല്ലേ കണ്ടാൽ. അങ്ങനെ വേറെ കാണുകയും ചെയ്തു. 6-7 അടി പൊക്കം, നല്ല തടി, ഒരു എത്രയുള്ള 2 രുദ്രാക്ഷമാല തുറന്ന് കിട്ടിയത് കിട്ടിട്ടാണ്. തോളം മേലുവെച്ചിങ്ങനെ ഇവിടെ മടക്കിയിട്ടുണ്ട്. കെട്ടിലേക്ക് മുറുക്കി. ആൾക്കാരുടെ കൂടെ ഇരുന്ന് കണ്ടാൽ ഷർട്ട് ഇടില്ലേ.
പിള്ളേർ 6 വീക്കണ്ട് പോയി 14 മേള വീക്കണ്ട് പോയി കുട്ടന്മാരും മേള ഇവർ രണ്ടാളും 2 രൂപയ്ക്ക് പോയി. അപ്പൊ കേരി എടുത്ത് കൈപ്പിടിച്ചു അടുത്തുനിന്ന് കേരി കൈപ്പിടിച്ചു. ഞാൻ കൊട്ടട്ടെ, നിങ്ങൾ വീക്കം പിടിക്കോ? വീക്കം പിടിക്കോ? അപ്പൊ 7, 4, 3, 7, 4, 3 അത് കഴിഞ്ഞ തീ ധീം അങ്ങനെ ഒരു സംഭവം കേട്ടോ. ഒന്ന് മുകേഷൊന്ന് അമർത്തി പിടിച്ചോളൂ കേട്ടോ. കുട്ടികളെ അമർത്തി പിടിക്കും. മണി ഓക്കെ അല്ലേ? തുടങ്ങാം. എവിടുന്ന് വീക്കം? അവിടുന്ന് വീക്കം. ചിലവര് പൊത്തി പിടിക്കണം, ചിലവര് അടിച്ചു പിടിക്കണം. 7, 4, 3 7 തീയാണ്. 4, 3 4 തീയാണ്. ശരിയാ? വീണ്ടും അതേപോലെ തന്നെ. അത് കഴിഞ്ഞ അങ്ങനെ 4 എണ്ണം. അത് കഴിഞ്ഞ ഒരു ഒറ്റ, പിന്നെ 6 തീ. അതാണ്. ഒന്നുകൂടി ഒന്ന് നിങ്ങളുടെ കയ്യിൽ പോട്ടോ എല്ലാം. മനസ്സിലാവണില്ല. പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണം? അയാള് എല്ലാവരും കൂടി നോക്കും. 100 ആളുടെ വേണമെങ്കിൽ 99 ആളും ആ തെറ്റിച്ച ആളെ നോക്കും. നമ്മളവിടെ അങ്ങനെയാണ്. അയാളെ ഒറ്റപ്പെടുന്നത്. അത് ഇനിയിപ്പോ വേറെ എവിടെയും നോക്കിയാൽ അറിയില്ല. കള്ളം തന്നെ. എല്ലാവരും കൂടി അവിടെ നോക്കിയാൽ കള്ളം. ഞാനെല്ലാം ഒന്നും സംഭവിക്കില്ല. മനസ്സിലായില്ലേ? ഇനി വീണ്ടും ഇതേപോലെ തന്നെ ആ ഒറ്റയടി മനസ്സിലാവുണ്ട്. ഇത്
ഡം അല്ല. നന്ന കട ഡം കം നന്ന ഡ ഡ ക ഡം നന്ന കട കം നന്ന ഡ ഡ ക ഡം നന്ന ഡ ഡ കം നന്ന ഡ ഡ ക. ആ ശബ്ദം പിടിക്കൂ. അല്ല, അത് ചെയ്തത് അത് പന്ത്രണ്ട് കഴിഞ്ഞത് ഏ ആ 6 അടി കഴിയുമ്പോഴാണ് 12 കഴിയുന്നത്. അത് കാണിക്കാൻ അത് അറിയാം. 7-ല് 2 നില, 7-ല് 2 നില, 4-3-ല് 2 നില, വീണ്ടും 7-ല് 2 നില, 4-3-ല് വീണ്ടും 2 നില. അത് കഴിഞ്ഞാൽ ആ പൊത്തുണ്ടല്ലോ, പൊത്തുമണി, അതിൽ 2 നില, 1-6-ല് 2 നില. ഇപ്പൊ എത്രയായി? 8-2 10, 10-2 12. ആ 7 തീയില്ലേ, അതിൽ 2 നില വരും. നന്ന കട നന്ന ഡ ക ഡ കട നന്ന ഡ ക ഡ. അങ്ങനെ 7 അടി ഒരു വീശും പറഞ്ഞ അപ്പൊ 8 ആയി. വീശും കൂടി കൂട്ടി 8 ആയി. ഒരു ചെമ്പടവട്ടം. 4, 5, 6 ചെമ്പടവട്ടമാണ് 12 നില എന്ന് പറയുന്നത്. 6 ചെമ്പടവട്ടം. 6ന്റെ ഇരട്ടി. കുഴമറക്കല് വരുമ്പോ എത്രയായി? ഒരു ചെമ്പടവട്ടത്തിന് ഒരു കുഴമറക്കല. കുഴമറക്കല് നീളം കൂടുതലല്ലേ? ഉണ്ടല്ലോ. അപ്പൊ അതൊരു ചെമ്പടവട്ട. അങ്ങനെയാണ്. ഒന്നുകൂടി ആശാനം പിടിക്കും. നന്ന കട നന്ന ഡ ക ഡ കട നന്ന ഡ ക ഡ ന കട നന്ന ഡ ക ഡ ശിവ കട നന്ന ഡ ക ഡ കട നന്ന ഡ ക ഡ നന്ന കട നന്ന ഡ ക ഡ കട നന്ന ഡ ക ഡം കട നന്ന ഡ ക ഡം കട നന്ന ഡ ക ഡം നന്ന ഡ ക നന്ന ഡ ക ഡം ആറ് കട നന്ന ഡ ക ഡം നന്ന കട അവിടെ തീന്ന് പിടിച്ചാൽ ശരിയാവോ? ഞാനിവിടെ വിശുദ്ധായി ഇങ്ങനെ വൃത്തിയായിട്ട് കാണിച്ചു തരുമ്പോ പിന്നെ നിങ്ങൾ ദീപ് കൊടുക്കും തീ കൂട്ടിയാൽ ഞാൻ എന്താ ചെയ്യണം? ഇപ്പൊ 2-12 കഴിഞ്ഞില്ലേ? 2 ചെമ്പടവട്ടം കഴിഞ്ഞ് 2 താളവട്ടം കഴിഞ്ഞില്ലേ? ഒന്ന് ഇടയിൽ കൂടെ അതിന് നമ്മൾ ചൊല്ലു പറയണം. അത് മാത്രം ഒന്ന് പിടിക്കും. ആ 6 മുമ്പുള്ള 1 മുമ്പുള്ളത് പിടിക്കും.
കുത്തും അടിയും എത്ര പ്രാവശ്യം വരേണ്ടത്? 4 പ്രാവശ്യം അല്ലേ? ഡ ഡം നന്ന ഡ sorry ഡ ഡം നന്ന ഡ നന്ന ഡ ക ഡം കട നന്ന ഡ ക ഡം. ഇത് മനസ്സിലാവുണ്ടോ? ഇല്ല. തി ധി തി ധി തി ധി തി ധി. നിങ്ങളത് ശരിക്കും വെക്കില്ല. ഡ ഡം നന്ന കട നന്ന ഡ ക ഡം കട നന്ന ഡ ക ഡം നന്ന ഡ ക നന്ന ഡ ക ഡം കട നന്ന ഡ ക ഡം. ശരി. ഇപ്പൊ 2 താളവട്ടം കഴിഞ്ഞില്ലേ? ഇനി കലാശം. കലാശത്തിനോട് എത്രയാ? 7 4 3 7 4 3 കലാശം. ശരി. ഇനി കലാശത്തിന്റെ പാഠം. ഡ ഢ നന്ന കട നന്ന ഡ ക ഡം കട നന്ന ഡ ക ഡ നന്ന കട നന്ന ഡ ക ഡ കലാശത്തിനെ കലാശം ഒന്ന് പിടിക്കും. ആ 7 വെട്ടും. ധ ധ നന്ന കട നന്ന 4 3 ഡം കട നന്ന ഡ ക ന ന ന ഡ ഡ ഡ നക്ക അങ്ങനെ മുറിച്ച് പറയണം. പറഞ്ഞു പോരുത്. അവിടെയാണ് മുറിക്കണം. നമ്മള് വക്രത്തിന് പറയില്ലേ? വക്രത്തിന് എങ്ങനെ വീണ്ടും പിടിക്കുന്നത്? കട്ട അതേപോലെ തന്നെ മുറിക്കണം. പിടിക്കും. നക്ക വളരെ സിമ്പിളായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് പറ്റും. ഒന്നുകൂടി ആ 8-ന് പിടിക്കും. 2 താളവട്ടം കഴിഞ്ഞു. 12 12 കഴിഞ്ഞു. വീക്കം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ 12 12 8 പറയാൻ പാടില്ല. 1 താളവട്ടം കഴിഞ്ഞു, 2 താളവട്ടം കഴിഞ്ഞു എന്നൊക്കെ പറയാൻ പാടുള്ളൂ. പിന്നെ
മനസ്സിലാവുന്നത്. ഇത് പിന്നെ ഒരു ഔട്ട്ലൈൻ കിട്ടിയില്ലേ? ഏകദേശം മനസ്സിലാവുണ്ടല്ലോ. എന്താ വെച്ചാൽ ഇവരിപ്പോ അടുത്തോളം കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വീക്കം പിടിക്കണ്ടേ? വെറുതെ ഈ സൂം കൂടെ പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വല്ലവരായ അവരൊക്കെ പല ഐഡിയാസ് പറഞ്ഞുതരും. ഇത് പറഞ്ഞാലും മനസ്സിലാവില്ല, ഈ പഠിപ്പിക്കുന്നവർക്ക് സംശയം. അപ്പോ ഈ പഠിതാക്കൾക്ക് അതിന് സംശയം. ഇനി ആ കുഴമറിക്കലിന്റെ കലാശം വരുമ്പോ അശന്ന് പറയട്ടെ, ആ 7 8 പറയട്ടെ. ഒന്ന് രമേശൻ കൊടുക്കാൻ ഒന്ന് കുഴമറിക്കൽ കലാശം വളരെ സിമ്പിൾ. വളരെ സിമ്പിൾ. ഒന്നുകൂടി പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു പിടിക്കോ, ശ്രദ്ധിച്ച് ആശാൻ നോക്കോ. ഞാൻ ഒറ്റയ്ക്ക് പറയട്ടെ, ഇവര് ആരുടെയും സഹായം ഇല്ലാണ്ട്, ഇവര് ഒപ്പമില്ലാണ്ട് പറയട്ടെ. നിങ്ങൾ ആരും പിടിക്കണ്ട, അവർക്കൊന്നും മനസ്സിലാവട്ടെ. ദീനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ?
4-3 കലാശം, 7-4-3, 7-4-3 കലാശം, താഴെ കലാശം, വീണ്ടും തന്നെ ഒക്കെ ഈ തത്തമ്മയെ പൂച്ച തന്നെയാണ്. ഇതൊന്നിന്റെ ഔട്ട്ലൈൻ മനസ്സിലാക്കിയിട്ടൊന്ന് മേളത്തിൽ നിന്നാലേ ശരിക്കും സന്തോഷം. പക്ഷേ ഈ വലത്തലയുടെ അവര് പുറയില് ബാക്കിലല്ല നിൽക്കുന്നത്. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് സീക്വൻസ് അറിയണം. ഇപ്പൊ നമ്പർ നമ്മൾ മേളത്തിൽ കൊണ്ടുവരുന്ന നമ്പർ നോക്കത്തില്ല എന്നല്ലേ ഭാഷ പറഞ്ഞത്. വലത്തയുടെ കൊട്ടനുസരിച്ച് നമ്മൾ കൊട്ടണം എന്നല്ലേ കറക്റ്റ് ആണ് അറിയണം. അല്ലെങ്കിൽ അല്ല എന്ന് വെച്ചാൽ നമുക്ക്